അസ്സലാമു അലൈക്കും. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ചില ഉപദേശങ്ങളാണ്. സൽസ്വഭാവിയായ സ്ത്രീ 70 ഔലിയാക്കളേക്കാൾ ശ്രേഷ്ഠമാണ്. ഒരു ദുർസ്വഭാവിയായ സ്ത്രീ 100 ദുർസ്വഭാവിയായ പുരുഷന്മാരേക്കാൾ മോശമാണ്. ഒരു ഗർഭിണിയുടെ 2 റക്അത്ത് നമസ്കാരം 80 റക്അത്ത് നമസ്കാരത്തേക്കാൾ ശ്രേഷ്ഠമാണ്. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിന് മുലപ്പാൽ കൊടുത്താൽ അവൾക്ക് ഓരോ തുള്ളി പാലിന് നന്മ എഴുതപ്പെടും. തൻ്റെ ഭർത്താവ് ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ സന്തോഷപൂർവ്വം അയാളെ സ്വീകരിച്ചാൽ 1/2 ജിഹാദിൻ്റെ കൂലി അവൾക്ക് കിട്ടും. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ കാരണമായി രാത്രി മുഴുവൻ ഉറക്കമൊഴിഞ്ഞാൽ അവൾക്ക് 20 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം ലഭിക്കും. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം റഹ്മത്തിൻ്റെ നോട്ടം നോക്കിയാൽ അള്ളാഹു അനുഗ്രഹങ്ങൾ ചൊരിയുന്നതാണ്. ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അയക്കുകയും തൻ്റെ വീട്ടിൽ ദീനിൻ്റെ വിധിവിലക്കുകളെ അനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ തൻ്റെ ഭർത്താവിനേക്കാൾ 500 വർഷം മുമ്പ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. മാത്രമല്ല 70,000 മലക്കുകളുടെയും ഹൂറുലീങ്ങളുടെയും നേതാവാകുകയും അവളെ സ്വർഗത്തിൽ കളിപ്പിക്കുകയും യാവൂത്ത് മർജാൻ എന്ന കുതിരപ്പുറത്ത് സവാരി ചെയ്തുകൊണ്ട് തൻ്റെ ഭർത്താവിനെ പ്രതീക്ഷിച്ചിരിക്കുന്നതുമാണ്. ഒരുവൾ ദിക്ർ ചെയ്ത് വീടടിച്ചു വാരിയാൽ അള്ളാഹുവിൻ്റെ കഅബ ശുദ്ധിയാക്കിയ പ്രതിഫലം ലഭിക്കും. ഏതൊരു സ്ത്രീ നമസ്കാരം, നോമ്പ് ഇവയെ സൂക്ഷ്മതയോടെ നിർവഹിച്ച് തൻ്റെ പതിവ്രതത്തിലും സൂക്ഷ്മത കാണിച്ച് തൻ്റെ ഭർത്താവിന് ഹിദ്മത്ത് ചെയ്ത് ജീവിച്ചാൽ സ്വർഗത്തിൽ അവർക്കിഷ്ടപ്പെട്ട വാതിലിൽ കൂടി പ്രവേശിക്കാവുന്നതാണ്. ഒരു സ്ത്രീ പ്രസവിച്ചാൽ അവൾക്ക് 70 വർഷത്തെ ഇബാദത്തിൻ്റെ പ്രതിഫലം നൽകും. പ്രസവം കാരണമായി ഉണ്ടാകുന്ന വേദന സഹിക്കുമ്പോൾ ഓരോ ഞരമ്പിലുമുണ്ടാകുന്ന വേദനയ്ക്ക് ഓരോ ഹജ്ജിൻ്റെ പ്രതിഫലം എഴുതപ്പെടുന്നതാണ്. ഒരു സ്ത്രീക്ക് ലഭിക്കാവുന്ന എത്ര പ്രതിഫലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞത്. നിങ്ങളെല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണേ.